147 സങ്കീർത്തനം 13 വാക്യം. 147 സങ്കീർത്തനം 13 വാക്യം. അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിന്റെ തലമുറയ്ക്ക് വലിയൊരു സംരക്ഷണം ദൈവം ഈ ദിവസങ്ങളിൽ തരാൻ പോവാ. അവർ വിചാരിച്ചാൽ പോലും അവർക്ക് ദൈവകൃപയെന്ന് പോകാൻ പറ്റാത്തൊരു അന്തരീക്ഷം പരിശുദ്ധാത്മാവ് സൃഷ്ടിക്കാൻ പോവാ. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഈ സഭയോടൊരു വെളിപ്പാടുണ്ട്. നിന്റെ സന്തതി മുലകുടി പ്രായം തൊട്ടു തന്നെ അവൻ്റെ വായിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിക്കുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അങ്ങനെയാണ് ദൈവാത്മാവ് എന്നോട് ദൂത് പറയാൻ പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത്, നിന്റെ സന്തതിയെ തെറ്റിക്കുന്ന സ്പിരിറ്റുകളൊക്കെ ഇന്നത്തെ പ്രാർത്ഥനയിൽ വഴിമാറിപ്പോകട്ടെ. നിങ്ങൾ എഴുതിയിട്ടോ, നിന്റെ സന്തതി ബലപ്പെട്ടിരിക്കുന്ന സമയം വരാൻ പോവാ. ഞാൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് അതിനകത്ത് നിന്റെ മക്കളെ നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി ഒരു വാക്യം വായിച്ചാൽ ഞാൻ പ്രസംഗിക്കാം. ശൗമേലിന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം വായിച്ചു കേട്ടോണം. ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. മതി. ഇത് ശൗമേൽ എന്ന് പറയുന്ന ഒരാളെ കുറിച്ചാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശൗമേല് ദൈവത്തിൻ്റെ പ്രവാചകനാണ്. നിങ്ങൾക്കറിയാം, ഹന്നായുടെ വാഗ്ദത്ത സന്തതിയാണ് ആര്? ശൗമേൽ. പെനീന എന്തോ ഒരു യുദ്ധമൊക്കെ ചെയ്തപ്പം ഹന്ന മിണ്ടാതിരുന്നപ്പോൾ ഹന്ന അറിഞ്ഞില്ല വെളിപ്പാകാനിരിക്കുന്നത് ഒരു വലിയ വാഗ്ദത്തമാണ്. ഞാൻ വീണ്ടും പറയുക, നീ അനുഭവിക്കുന്ന ചില ശോധനയുടെ പിമ്പിലെ ദൈവ പദ്ധതി നിനക്കറിയത്തില്ല. പക്ഷെ എപ്പോഴും പഠിക്കൂ, ദോഷമായിട്ട് എൻ്റെ കർത്താവ് ഒന്നും നിനക്ക് ചെയ്യുകയില്ല. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്ത് പറയാം, നിനക്ക് ദോഷമായിട്ടൊന്നും കർത്താവ് ചെയ്യുകയില്ല. ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? നിനക്ക് ദോഷമായി ഒന്നും കർത്താവ് ചെയ്യത്തില്ല. നിനക്കെതിരെ മന്ത്രവാദികൾ എഴുന്നേറ്റോട്ടെ, ആഭിചാരികൾ എഴുന്നേറ്റോട്ടെ, രാഷ്ട്രീയക്കാർ എഴുന്നേറ്റോട്ടെ, ജാതികൾ എഴുന്നേറ്റോട്ടെ, നിന്റെ ചുറ്റുപാട് എഴുന്നേറ്റോട്ടെ, ആരെല്ലാം എന്തൊക്കെ ചെയ്താലും നീ ഒറ്റ വാശിയിലായിരിക്കണം. ആരെനിക്ക് ദോഷം ചെയ്താലും എനിക്കൊരു ദോഷവും. ഓ ഹല്ലേലൂയ. നമുക്ക് ആ വചനത്തിൻ്റെ ഭാഗത്തോട്ട് വരാം. സ്വത്രം ശ്രദ്ധിച്ച് കേൾക്കണം. ഹന്ന എത്ര നാൾ പ്രാർത്ഥിക്കുക. ഹന്ന തന്നെ ദൈവത്തോട് ചോദിച്ച, കർത്താവേ എനിക്ക് മറുപടി ഇല്ലയോ? കർത്താവ് പറഞ്ഞു, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. ചില കാര്യത്തിൽ തടസ്സപ്പെട്ടുമല്ല, നീ വെയിറ്റ് ചെയ്യുക. കാരണം ഉരുവാകാനിരിക്കുന്നത് വലിയ വാഗ്ദത്തമാണ്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇനിയും ചില കാര്യത്തിൽ വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. അതുപോലെ അടുത്ത് നിൽക്കുക വാഗ്ദത്തം. നീ വിചാരിക്കാത്ത പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിൽ ചെയ്യാൻ പോവുക. അന്നൊരു ദിവസം ഹന്നായിക്ക് തോന്നി ആലയത്തിലൊന്ന് പോയി പ്രാർത്ഥിക്കണമെന്ന്. പ്രാർത്ഥിക്കാൻ ചെന്നണം. പ്രാർത്ഥിക്കാൻ ചെല്ലുന്നിടം അനുകൂലമാണോ? അല്ല. ഇപ്പൊ വീടും അനുകൂലമല്ല, പ്രാർത്ഥിക്കാൻ ചെല്ലുന്നിടോ. ചിലൊക്കെ പറയും, സ്തോത്രം, ഓ നമ്മളൊന്നും കൈ തന്നാരും സ്വീകരിക്കാൻ ആരും ഒന്നുമില്ല, ഒക്കെ വലിയ ചർച്ചയില്ലയോ, അവിടെ ആർക്കാ എന്തോ ഇതിനാ നേരം, നമ്മൾ ചുമ്മാ അങ്ങനൊന്നും പോകത്തില്ല എന്നൊക്കെ നീ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇടയ്ക്ക് വന്ന് നീ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ നിനക്ക് മറുപടിയും കൊണ്ട് ആലയത്തിൽ കയറാം. അങ്ങനെ ഹന്ന മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എപ്പോഴും ഓർക്കണം, പ്രാർത്ഥനയ്ക്ക് സാഹചര്യമെല്ലാം അനുകൂലമല്ല. സാഹചര്യം പ്രതികൂലമായ ഓർത്തോണം, നിനക്ക് ഉടനെ ഡെലിവറൻസ് ഉണ്ട്. സാഹചര്യം പ്രതികൂലമായ ഓർത്തോണം, ഉടനെ നിനക്ക് മറുപടിയുണ്ട്. നീ പ്രതീക്ഷിക്കാത്ത റേഞ്ചിലാ ദൈവത്തിൻ്റെ മറുപടി. നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത അളവിലാ ദൈവത്തിൻ്റെ മറുപടി. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ നിന്നിൽ വെളിപ്പെടാനുള്ള ആ വിടുതൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുക. ഹന്ന പ്രാർത്ഥിച്ചു. ഞാൻ പെട്ടെന്ന് പോയി ഭാഗത്തോട്ട് വരാനാ. ഹന്ന പ്രാർത്ഥിച്ചു. പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന ആടെ ഒരു പ്രത്യേകത പറയാം. പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഹന്നയുടെ മുഖത്തിൻ്റെ വാട്ടം, അത് പ്രാർത്ഥിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. എന്തോ മുഖത്തൊരു തെളിച്ചം. വിടുതലായോ? ആയില്ല, ആകും. എങ്ങനെ അറിയാം? ആരെങ്കിലും ദൂത് പറഞ്ഞു? ദൂതൊന്നും പറഞ്ഞില്ല. ഇന്ന് പ്രസംഗിച്ചപ്പോൾ അനിപ്പാഷുബലം ഇല്ല, ജോഷിപ്പാഷുബലം, പിന്നെന്തുവാ ഒരു തെളിച്ചം? അതെ, എനിക്കറിയാം ഈ ദിവസങ്ങളിൽ ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാവും. മിണ്ടുന്നില്ല.
ഏലിയാവിന് കേൾക്കുന്ന ശബ്ദം ആഹാബിന് അറിയത്തില്ല. ഏലിയാ പറയാ ഞാൻ മുഴക്കം കേൾക്കുന്നു. ആഹാബ് പറയും ഞാൻ കേൾക്കുന്നില്ലല്ലോ. പ്രാർത്ഥിക്കാത്ത നീ കേൾക്കത്തില്ല, പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ കേൾക്കും. ഞാൻ ദൈവത്തിന്റെ ദൂത് പറയാം, ഈ ദിവസങ്ങളിൽ നിനക്ക് ആ മറുപടി ഉണ്ട്. ഏത് വിഷയത്തിൽ മുഖം വാടിയോ ആ വിഷയത്തിൽ ഇനി മുഖം വാടാതെ വണ്ണം